ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇന്ന് താലപ്പൊലി കുറിക്കണം. അത് കുറ്റാട്ടൂർ ചെറുമ്പക്കാവിലെ താലപ്പൊലി കുറിക്കണം. അതിൽ ചെറിയ ചടങ്ങുകളുണ്ട്. അതിപ്പോൾ ഫസ്റ്റ് എൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങുന്നു. അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. മുന്നേ മരിച്ച ആളിത് കുഴിച്ചിടുന്ന സംഭവം. അപ്പോൾ അച്ചാച്ചനെ കുഴിച്ചിട്ട സ്ഥലത്താണ് ഫസ്റ്റ് ചടങ്ങ് നടക്കുന്നത്. അതായത് രവിയേട്ടനാണ് ചടങ്ങ് നടത്തുന്നത്. 4 തിരിയാണ്. 4 തിരി, 3 തിരി ആ വാഴയിലയിൽ വെച്ച് 1 തിരി പുറത്തും വയ്ക്കും. അപ്പോൾ ഇത് ഏട്ടൻ കൊടുക്കുന്നത് കള്ളും ഇത് കാപ്പിയാണ്. പൂർവികന്മാർക്ക് ഞാൻ കൊടുക്കുന്നത് മദ്യം. അതാരും കഴിക്കില്ല. നിങ്ങൾക്ക് വഴിയെ കണ്ടോ. ഇത് ദിവ്യേട്ടൻ അരക്കുന്നിട്ട് വെച്ചാൽ പിന്നെ വെത്തിലി അടയ്ക്കും. ഇനി എടുക്കുന്നതെന്ന് വെച്ചാൽ അരിയാണ്. പൂർവികന്മാർക്ക് നല്ല ശാന്തി വെക്കാൻ വേണ്ടിയിട്ട് അരി എടുക്കുന്നു. നമ്മളെ പൂർവികർക്ക് വേണ്ടി ഉള്ള പാർട്ടി വന്നിട്ട് പേരുകൊല്ലി അവരാത്മാവിൻ്റെ യാത്ര നടന്നു കേട്ടോ. അവരെന്തായാലും എടുത്തേക്കില്ല. അപ്പോൾ നമ്മളെ വീട്ടിൽ ഫസ്റ്റ് എന്താ പറയുക, കടല പുഴുങ്ങിയിട്ട് അതിൻ്റെ തേങ്ങ ചിരകിയിട്ടുള്ള ചെറിയൊരു സംഭവം, അതാണ് ഫസ്റ്റ്. ഇതാണ് പിന്നെ കതിർക്കോട്ടുള്ള കൊടി. ഇതാണ് നമ്മളവിടെ എത്തിക്കേണ്ടത്. അപ്പോൾ കൊടിക്കാന്ന് അരിയറിയ. ഇനി കതിർക്കോട്ടുള്ള കൊടിക്കാന്ന് അരിയറിയ. കൊടിയും എടുത്തിട്ട് പിന്നെ ചണ്ടിയും കൊട്ടി പോകുന്നില്ലേ, അതിന്റെ ഈ കതിർക്കോട്ടിലേക്ക് അല്ലേ പോകുന്നത്? ആ, അതിന്റെ ഇതെന്നാ ശരിക്കും നമ്മളെ സ്ഥാനം തന്നെ. ഈ പിന്നെ മിക്ക ക്ഷേത്രങ്ങളിലും, എല്ലാ ക്ഷേത്രത്തിലും മിക്ക ക്ഷേത്രങ്ങളിലും ഹരിജനങ്ങളിൽ എല്ലാ സമുദായക്കാർക്കും ഓരോ സ്ഥാനം നൽകിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഒരു നമ്മുടെ കുറ്റാട്ടൂർ കാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറ്റാട്ടൂർ കാവിലാണ് ഏറ്റവും വലിയ ഉത്സവം നടക്കുന്നത്. കുറ്റാട്ടൂർ കാവിലാണ്, കുറ്റാട്ടൂർ നാട്ടില്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പൂർവികര് പറയുന്നത് പോലെ കുറ്റാട്ടൂർ അമ്മയുടെ കല്യാണം കുറിക്കൽ എന്നൊരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനപരമായിട്ട് അതിന്റെ സാന്നിധ്യം ഹരിജനങ്ങൾക്ക്, അതായത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആചാരപ്രകാരമായി നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. വർഷാവർഷങ്ങളായി നമ്മളെ പൂർവികരും കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ അവിടെ ഇവിടുന്ന് യാത്ര ചെയ്ത് ഒരു വൈകുന്നേരം ഒരു 3 മണിക്ക് ശേഷം നമ്മൾ യാത്ര ചെയ്തു. അപ്പോൾ ഒരു 5 മണി 6 മണി, ചിലപ്പോ പിന്നെ വഴി സാങ്കേതിക തടസ്സം കൊണ്ട് ചിലപ്പോൾ 7 മണി വരെ, 7 മണി 8 മണി വരെ ആവും. ആ സമയത്ത് നമ്മൾ അവിടെ എത്തിയാൽ മാത്രമേ അവിടെ വെച്ച് അമ്മയുടെ താലപ്പൊലി കുറിക്കലിന്റെ ചടങ്ങ് നടക്കൂ. നമ്മുടെ സാന്നിധ്യത്തിൽ മാത്രമേ താലപ്പൊലി കുറിക്കലിന്റെ ചടങ്ങ് നടക്കൂ. അപ്പോൾ ആ നടന്നു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ആയത്താറാടിയുള്ള ആയത്താറ് നമ്മളൊക്കെ വന്നിട്ട് നമ്മളോട് പറയും, ഇങ്ങനെ പിന്നെ താലപ്പൊലി ഇത്രാം തീയതിയാന്ന് വന്നിട്ട് നമ്മളെ അറിയിച്ച് നമ്മൾ ആടുന്ന് ചെണ്ട കൂട്ടി ആർഭടമായിട്ട് നാട്ടുകാരെ അറിയിക്കും. അന്നേരം നമ്മളൊരു പിന്നെ ഒരു ശബ്ദം പുറപ്പെടുപ്പിക്കാണ്ട്, അതായത് നമ്മളിപ്പോൾ
ഹരിപോയിന്ന് പറയുന്ന പോലെ അവിടെ നിന്ന് അതിന്റെ മഹത്വം എനിക്കറിയില്ല. എങ്കിൽ അങ്ങനെയാണ് ആ ചടങ്ങ് നമ്മൾ പൂർവീകരായിട്ട് കൊണ്ടു നടക്കുന്നത്. ഇപ്പം തന്നെ നമ്മളിപ്പോൾ അവിടെ എത്തിയാൽ മാത്രമേ ആ ചടങ്ങ് അവിടെ നടക്കൂ. എല്ലാവരും സാന്നിധ്യത്തിൽ എല്ലാവരും സന്തോഷത്തോടു കൂടി അമ്മേന്റെ കല്യാണം കുറിക്കാൻ യാത്ര ചെയ്യാവുന്ന ഒരു ചടങ്ങാണ് ഈ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായി നമ്മൾ ഒരുപാട് യാത്ര ചെയ്യണം അതിന്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ചടങ്ങ്. ഓക്കെ, നമ്മുടെ നാട്ടിൽ മാരി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്നല്ല, അമ്മയുടെ കുടി കൊണ്ടതിന് ശേഷമാണ് ഈ മാരി ഇല്ലാണ്ടെന്നാണ് ഐതിഹ്യം. മാരി എന്ന് പറഞ്ഞാല് മഴയല്ല, കുരിപ്പ് പൊട്ടി. നമ്മൾ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ചിക്കൻ ബോസ്. മാരിക്ക് ഒരു കുരിപ്പ് കൊടുക്കുന്ന ഒരു കാലം അമ്മേന്റെ. അത് പിന്നെ നമ്മളെ കാവലമ്മേന്റെ കുറ്റാട്ടർ കാവിൽ പോയാൽ അവരെ പാട്ട് പാടുമ്പോൾ അതിൽ തികച്ചും കേൾക്കാൻ പറ്റും. മറ്റേ മുട്ടി പാടുന്നല്ല. ആ പാട്ട് ശ്രദ്ധിച്ചാല് അതിലമ്മ എന്ത് ചെയ്തു, കണ്ടകർണൻ ആരാന്ന്, പിന്നെ വസൂരിമാല ആരാന്ന്, അമ്മ ആരാന്ന്, എല്ലാ കാര്യങ്ങളെല്ലാം ചോദിച്ചു ആ പിന്നെ പാട്ടിൽ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അതെന്നും കേൾക്കണമെന്നില്ല. ഒരു ദിവസം പോയിട്ട് ഒരു 20 ദിവസം പോയിട്ട് കേട്ടോക്ക്. ശരിക്കും ആ പാട്ടിലെല്ലാം പഴയ ഭാഷയിൽ പച്ച മലയാളത്തിലാണ്, സംസ്കൃതമല്ല പച്ച മലയാളത്തിലാണ് ആ പാട്ട്. പത്താമയിൽ മുത്തപ്പ ക്ഷേത്രത്തിലാണ്. ഇതാണ് എരിഞ്ഞിക്കൊട്ട. ഇതിൻ്റെ എരിഞ്ഞ് മരത്തിൻ്റെ പച്ച മരം കത്തുന്നതാണ്. പിന്നെ ഓലയും ഇതെല്ലാം ഇതാണ് പറഞ്ഞത്. പണ്ട് കുരിപ്പുണ്ടായ സമയത്ത് അതിനെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എരിഞ്ഞിക്കൊട്ട കത്തിക്കുന്നുള്ളതാണ് ഐതിഹ്യം. ഇതാണ് കൈതോലപ്പായ്. അപ്പോൾ ഓരോ വീട്ടിലും ഭക്ഷണം വെക്കുന്നത് ഇതിൻ്റെ അകത്താണ്. അപ്പോൾ ആ പായെല്ലാം കതിർക്കോട്ട് കൊണ്ടുവരും. ഇതാണ് കളംപാട്ട്. ഫെബ്രുവരി 12 തുടങ്ങിയത്. ഇനിയിപ്പോൾ മാർച്ച് 4 വരെ ഇതിവർ പാടി തീർക്കണം എല്ലാ ദിവസവും. നമ്മൾ കൊണ്ടുവന്ന കൈതോലപ്പായത് അവരിരിക്കുന്നത്.